എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തും ഇന്ന് നമ്മുടെ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ രാമോഹൻ. രാമോഹൻ സർ, വെൽക്കം. താങ്ക് യു സർ, താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം സർ? നല്ല വിശേഷം, വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഗോവ, അമേസിങ് ഗോവ. ഓക്കെ ഓക്കെ. അപ്പോൾ വളരെ ബിസിയാണ് അല്ലേ, ബിസിനസ്സും കാര്യങ്ങളായിട്ട്. രാമോഹൻ സാറെ പേഴ്സണലി ഇപ്പോൾ എനിക്ക് രാമോഹൻ സാർ നന്നായിട്ട് അറിയാം. ഇപ്പോൾ ബിസിനസ്സിലെ ആളുകൾക്ക് എക്സിക്യൂട്ടീവ് ഡയമണ്ട് രാമോഹൻ സാർ അറിയാം. പക്ഷെ നമുക്ക് ഇന്ന് നമ്മുടെ ആളുകൾ, നമ്മുടെ വിവൈറ്റ്സ് അറിയാൻ ആഗ്രഹിക്കുന്നത് വിവയ്ക്ക് മുമ്പുള്ള ഒരു രാമോഹൻ ഉണ്ട്, ശരിയല്ലേ? ഓക്കെ. നിങ്ങളുടെ ജീവിതം തുടങ്ങിയത്, ജനിച്ചത് എവിടെ ജനിച്ചു, നിങ്ങളുടെ ഒരു ഫാമിലി, ഇതൊന്ന് നമുക്കൊന്ന് ഷെയർ ചെയ്തൂടെ? യെസ്, തീർച്ചയായിട്ടും. പ്ലീസ്. ആക്ച്വലി ഞാൻ നോർത്ത് കേരളയിലെ മലപ്പുറത്ത് രാമപുരം എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ഓക്കെ. 5 വയസ്സിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ടു, അച്ഛൻ മരിച്ചുപോയി. പിന്നെ ജ്യേഷ്ഠന്മാരുടെ നിയന്ത്രണത്തിലാണ് പോകുന്നത്. വീട്ടിൽ 5ാമത്തെ ആളായതുകൊണ്ട് ആരും അത്ര മൈൻഡ് ചെയ്യാതെ അങ്ങനെ കൂട്ടത്തിൽ വളർന്നു പോകുന്നതാണ്. അത് കൂട്ടത്തിൽ തന്നെ പഠനവും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. 10ാം ക്ലാസ് പാസ്സായി, പ്രീ ഡിഗ്രിക്ക് പോയി. അതിനുശേഷം പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോയി. സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ അന്ന് ആവശ്യമായിരുന്നു. നാട്ടിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് നേരെ ഒരു 25ാമത്തെ വയസ്സിൽ എറണാകുളത്തേക്ക് ഞാൻ താമസം മാറി. കാരണം സിസ്റ്ററൊക്കെ അവിടെ ഉണ്ടായിട്ട് സിസ്റ്ററുടെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാനവിടെ എറണാകുളത്തേക്ക് താമസം മാറിയതാണ്. അവിടെ ഞാനൊരു ജോലിയിൽ കയറി, പ്രൈവറ്റ് ജോലിയിലാണ്. ഗവൺമെൻറ് ജോലി ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം അച്ഛൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, ചേട്ടൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഫാമിലിയിൽ പല ആൾക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഒരു സേഫാണ്, സെക്യൂർഡ് ആണെന്നുള്ള ചിന്താഗതിയായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും ഒരുപാട് PSC എഴുതിയെങ്കിലും ഒന്നും നടന്നൊന്നുമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കി എന്നെക്കൊണ്ട് ഈ പണി പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയത് മാർക്കറ്റിംഗ് ഫീൽഡിലാണ്. എല്ലാവരും മാർക്കറ്റിംഗ്, സെയിൽസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു മടിയുള്ളൊരു കാലഘട്ടമാണ് സെയിൽസ്. ഏകദേശം എത്ര വർഷം മുമ്പായിരിക്കും അത്? എൻ്റെ ഒരു 18ാമത്തെ വയസ്സിലാണ് ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറുന്നത്. ആദ്യമേ തന്നെ യമഹ 2 വീലർ മാർക്കറ്റിംഗ് ആണ്. എനിക്ക് മോട്ടോർ ബൈക്കോ എനിക്ക് വണ്ടിയൊന്നുമില്ല, പക്ഷേ ഞാൻ മാർക്കറ്റ് ഇരുന്നത് അതാണ്. പക്ഷേ മാർക്കറ്റിംഗ് ജോലി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അതിലേക്ക് വന്നതാണ്. കാരണം മാർക്കറ്റിംഗ് ചെയ്യുന്ന പല ആൾക്കാരെയും കണ്ടതുകൊണ്ട്. എറണാകുളത്ത് ജോലിക്ക് വന്നു, എറണാകുളത്ത് ജീവിതം ആരംഭിച്ചു. വന്ന് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് തന്നെ മാരേജ് നടത്തി. ഫോർട്ട് കൊച്ചിയിൽ വൈഫിൻ്റെ ഹൗസ് ഫോർട്ട് കൊച്ചിയിലാണ് മാരേജ് നടത്തി. എറണാകുളത്ത് തന്നെ. ഞാനും വൈഫ് ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആഫ്റ്റർ മാരേജ് ഒരു ഓഫീസിലായപ്പോൾ പ്രശ്നങ്ങളാണ്. കാരണം നമ്മൾ എവിടെ പോകണമെങ്കിലും ലീവ് എടുക്കുമ്പോൾ 2 പേരും ഒരുമിച്ച് ലീവ് എടുക്കണം. അപ്പോൾ നമ്മുടെ എംപ്ലോയറെ സംബന്ധിച്ചുള്ള അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് മാറാൻ തയ്യാറായി. അപ്പോൾ മാറി വേറെ ഞാൻ ഏകദേശം ഞാനൊരു 8ഓളം കമ്പനികളിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ ജോലി ചെയ്തിട്ടുണ്ട്. മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഒരുപാട് സ്വപ്നങ്ങളുണ്ടെങ്കിലും പിന്നീടുള്ള നമ്മുടെ വളർച്ചയിൽ ആ സ്വപ്നങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയി. മാരേജും കഴിഞ്ഞോട് കൂടിയിട്ട് ഒന്നും നടക്കില്ല എന്നുള്ളൊരവസ്ഥ. പിന്നെ എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ലെവലിൽ കല്യാണം കഴിഞ്ഞ് കറക്റ്റ് 1 വർഷം കഴിഞ്ഞപ്പോൾ മോൻ ജനിച്ചു. അപ്പോൾ പിന്നെ കൂടുതൽ പ്രാരാബ്ധമായി. 500 രൂപ വാടകയ്ക്കാണ് ഞങ്ങൾ ജീവിതം ആരംഭിച്ചത് എറണാകുളത്ത്. എൻ്റെ വൈഫിൻ്റെയും കൂടെ സാലറി ആ സമയത്ത് 1993 സാലറി, ഞങ്ങൾ 2 പേരുടെയും കൂടെ കുടുംബ വരുമാനം എന്ന് പറയുന്നത് ജസ്റ്റ് 4000 രൂപ. അതിൽ 1000 രൂപ റെൻറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ളതിനാണ് ഞങ്ങൾ ജീവിച്ചു പോയിരുന്നത്. ഒറ്റമുറി വീട്ടിൽ 2 കുട്ടികളുമായിട്ട് ഒരു 8 വർഷം 2 കുട്ടികളുമായിട്ട് 8 വർഷം താമസിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ചും കൂടെ ഇതായി. പക്ഷേ ഓരോ സമയത്തും ശമ്പളം കൂട്ടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, ശമ്പളം കൂട്ടിക്കിട്ടാറുണ്ട്. പക്ഷേ ശമ്പളം കൂട്ടി വരുമ്പോഴേക്കും ചിലവുകൾ കൂടും, സാധനങ്ങളുടെ വില കൂടുമ്പോഴേക്കും പിന്നെ അത് ഏകദേശം ഒരേപോലെയായി മാറും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത്. അപ്പം വീട്ടിൽ വൈഫും 2 കുട്ടികളും? വൈഫും 2 മക്കളും. 2 മക്കളും. പിന്നെ മോൻ എന്ത് ചെയ്യുന്നു? മോൻ ഇപ്പോൾ BCA കഴിഞ്ഞു. അത് കഴിഞ്ഞ് MBAക്ക് പഠിച്ചു, കംപ്ലീറ്റ് ചെയ്തു. BCA കഴിഞ്ഞിരിക്കുമ്പോൾ തന്നെ വിപ്രോയിലും ടെക് മഹേന്ദ്രയിലും പ്ലേസ്മെൻറ്റ് കിട്ടിയിരുന്നു. അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നതാണ്. ബാംഗ്ലൂരിലായിരുന്നു പ്ലേസ്മെൻറ്റ് കിട്ടിയത്. പക്ഷേ ഞാൻ ആ സമയത്ത് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തപ്പോൾ
അതിനേക്കാളും ബെസ്റ്റ് ഇതാണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാനൊരു ഏകദേശം ഒരു 25-26 ഇയേഴ്സ് ഞാൻ വർക്ക് ചെയ്ത് ഒരു എംപ്ലോയി ആയിരുന്നു. അപ്പോൾ ഒരു എംപ്ലോയിയുടെ ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. 50 വയസ്സ് വരെയും എംപ്ലോയി ആയിട്ട് ഇരുന്നിട്ട് ജീവിതത്തിലൊന്നും നേടാൻ സാധിച്ചിട്ടില്ല, ഒരു ബാങ്ക് ബാലൻസും ഇല്ല. അപ്പോൾ മകൻ അത് സംഭവിക്കും. അപ്പോൾ അതേപോലെ ഒരു പ്രശ്നം മകനുണ്ടാവരുത്, മകൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് വെച്ചിട്ട് ഞാൻ അപ്പോൾ മകനും ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ടുണ്ട്. മകള് ഇപ്പോൾ LLB കഴിഞ്ഞു. ഓക്കെ. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ലീഗൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. വൈഫ് അഡ്വക്കേറ്റ് ഓഫീസിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. അവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും വരണ്ട, അവർക്ക് എൻജോയ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് അവർ വർക്കിന് പോകുന്നത്. ഓക്കെ. ഇതാണ് എറണാകുളത്ത് താമസിക്കുന്നത്. ഓക്കെ. ഫാമിലിയായിട്ട് എറണാകുളത്ത് താമസിക്കുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം പറഞ്ഞതിൽ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ മകന് നിങ്ങൾ ഫേസ് ചെയ്ത പോലുള്ള പ്രശ്നങ്ങൾ വരാൻ പാടില്ല എന്ന് കരുതി നിങ്ങൾ മകനെ ഈ ബസ്സിൽ കൊണ്ടുവന്നു. ഇത് പറഞ്ഞപ്പോൾ തന്നെ കാരണം മകൻ അക്സെപ്റ്റ് ചെയ്തു. കാരണം മകൻ്റെ ഒരു ഫ്രണ്ട്സൊക്കെ എല്ലാം എംപ്ലോയീസും അല്ലെങ്കിൽ അവരൊക്കെ പിന്നെ എന്താ പറയുക ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൊക്കെ പോയിട്ടുള്ള ആളുകളായിരിക്കും. നിങ്ങൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞപ്പോൾ തന്നെ മകനത് സ്വീകരിച്ചോ? മകനോട് ഞാൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് തോന്നിയത് മക്കളൊരു സ്വന്തം തീരുമാനം എടുക്കട്ടെ എന്നുള്ള ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സേലത്ത്, അന്ന് കേരളത്തിൽ പ്രോഗ്രാമൊന്നുമില്ല, സേലത്തൊരു മെഗാ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ സമയത്ത് മകൻ ബൈക്ക് റൈഡിങ്ങിലാണ്, കൂർഗ് മൈസൂരൊക്കെ പോയിട്ട് ഇരിക്കുക. പ്ലേസ്മെൻറ്റ് കിട്ടി, കാരണം പിറ്റത്തെ ആഴ്ച ജോലിക്ക് കയറണം, അപ്പോയിൻമെൻറ്റ് കിട്ടി, പിറ്റത്തെ ആഴ്ച ജോലിക്ക് കയറണം. ഫാമിലി എല്ലാം ഹാപ്പി, നല്ല സാലറി ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ആ സമയത്ത് എനിക്ക് വന്നൊരു ചിന്ത എന്ന് പറയുന്നത്, എന്നെപ്പോലെ ഇതേപോലെ അവൻ കഷ്ടപ്പെടുന്നതിൽ എനിക്ക് ഉറപ്പാണ്. കാരണം ഒരിക്കലും ഒരു എംപ്ലോയിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാമിന് ഞാൻ അവനോട് നേരെ പാലക്കാട്ടേക്ക് വരാൻ പറഞ്ഞു. ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് പാലക്കാട്ടേക്ക് വരാൻ പറഞ്ഞു. ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു സേലത്ത്. ഓക്കെ. അപ്പോൾ പാലക്കാട്ടേക്ക് വരാൻ പറഞ്ഞു. ഞാൻ തനിച്ചാണ് പോകുന്നത്, അപ്പോൾ ഒന്ന് ഹെൽപ്പിന് വേണ്ടിയിട്ട് കൂടെ വരാൻ പറഞ്ഞു. എൻ്റെ ഉദ്ദേശം ഇതൊന്ന് കേട്ട് കഴിഞ്ഞതിന് ശേഷം തീരുമാനമെടുത്തോട്ടെ എന്നുള്ളതായിരുന്നു. അങ്ങനെ പാലക്കാട്ടേക്ക് അവൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് വന്നു. അവിടുന്ന് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു 2 കാറുകളിലായിട്ട് സേലത്ത് പോയി പ്രോഗ്രാം എല്ലാം കണ്ടു. പ്രോഗ്രാം കണ്ടതിന് ശേഷം ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ തീരുമാനം? എന്ത് തോന്നി? എന്താണ് നിൻ്റെ തീരുമാനം? ഒന്നുകിൽ ജോലി ചെയ്ത് എന്നെപ്പോലെ 50 വയസ്സ് വരെ ലൈഫ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇത് ഏറ്റെടുത്ത് ഒരു 3-4 വർഷം കൊണ്ട് ലൈഫ് സെറ്റിലാകാം. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തന്നെ വേറെ ഒന്നും അവന് ചിന്തിക്കാനുണ്ടായില്ല. അവന് സ്വന്തം ഇഷ്ടപ്രകാരം ഈ ബിസിനസ്സിലേക്ക് വന്നതാണ്. ഓക്കെ. അപ്പം സ്വന്തം തീരുമാനമായിട്ട് ബിസിനസ്, ഒരു പ്രഷറൊന്നും അല്ല. ഒരു പ്രഷറും അല്ല. കാരണം അച്ഛൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് കണ്ടിട്ടാണ്. അപ്പോൾ ഒരു അച്ഛനും മകനും ഇപ്പോൾ ഈ ബിസിനസ്സിലുണ്ട്. അപ്പോൾ റമോൻ സാർ, എനിക്ക് അടുത്ത് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇൻഡസ്ട്രിക്ക് മുൻപും ഇൻഡസ്ട്രിക്ക് ശേഷവും നിങ്ങൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആക്ച്വലി നിങ്ങൾ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നൊരു ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കാൻ തയ്യാറാവാൻ കാരണം? ആക്ച്വലി ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. കുറച്ച് നാളായിട്ട് മുൻപ് എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ അറിഞ്ഞു വരാൻ തുടങ്ങിയപ്പോൾ താല്പര്യം തോന്നിയൊരു മേഖലയാണ്. പക്ഷേ എനിക്ക് സൂട്ടബിൾ ആകുമോ എന്നുള്ള ചിന്താഗതിയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അർച്ചു സാറിനെയൊക്കെ പോലുള്ള ആൾക്കാർ ഇൻഡസ്ട്രിയിൽ വരുന്നു. ഞാൻ നിങ്ങളുടെ ഫേസ്ബുക്കൊക്കെ എപ്പോഴും ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ സാർ ഈ ബിസിനസ്സിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വരുന്നു. അപ്പോൾ സാർ ഇതിൽ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡയമണ്ടൊക്കെ ആവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിനു മുമ്പ് 2 തവണ എൻ്റെ റിലേറ്റീവ് ഇതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഞാനന്ന് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇതെല്ലാം കണ്ടപ്പോൾ ചെയ്യണം എന്നുള്ളൊരു തോന്നലിരിക്കുന്ന സമയത്താണ് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റായിട്ടുള്ള ഐക്കോഫി എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. കാരണം ആ സമയത്ത് ഞാനൊരു ഏകദേശം ഒരു 12 വർഷമായിട്ട് എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നതാണ്. ട്രീറ്റ്മെൻറ്റെല്ലാം എടുക്കുന്നത് 3 നേരം മെഡിസിൻ എല്ലാം കഴിച്ചുകൊണ്ടിരുന്നതാണ്. മെഡിസിൻ കഴിച്ചിട്ടും എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എൻ്റെ വലത് കാലിൻ്റെ ഒരു സൈഡ് കാൽപാതൊക്കെ തരിച്ച് പോയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ന്യൂറോപ്പതി ആയിട്ടുണ്ട്, ഇനി അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വൂണ്ട് വന്നു കഴിഞ്ഞാൽ കാല് കട്ട് ചെയ്യേണ്ടി വരും, അപ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു സാഹചര്യത്തിൽ ഞാൻ ഐക്കോഫി കഴിച്ചു. ഐക്കോഫി കഴിക്കുമ്പോൾ തന്നെ എനിക്കൊരു പകുതി മാത്രമേ വിശ്വാസമുള്ളൂ. പക്ഷേ ഐക്കോഫി കണ്ടിന്യൂ ചെയ്തൊരു 35 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ 115 വന്നു. ഒരു 12 വർഷമായിട്ട് സംഭവിക്കാത്തൊരു കാര്യമാണ്. ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു, മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കോഫി മാത്രം എഗെയിൻ ഒരു ബോക്സും കൂടെ കഴിച്ചു. അപ്പോൾ 138 വന്നു. സാധാരണ മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു 150-200 ആയിട്ട് പോരും ഫാസ്റ്റിങ്. പക്ഷെ മെഡിസിൻ ഇല്ലാതെയും ഐക്കോഫിയുടെ സപ്പോർട്ട് കൊണ്ട് 138 ആയുള്ളൂ. അപ്പോൾ എനിക്ക് ബിലീഫ് വന്നു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി.
പതിയെ പതിയെ മെഡിസിൻ്റെ ഡോസ് കുറയ്ക്കാൻ സാധിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ മെഡിസിൻ തന്നെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. നോർമലി കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്, തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇത് റെക്കമെൻഡ് ചെയ്തു? ഞാനൊരു എംപ്ലോയി ആണ്. അപ്പോൾ എംപ്ലോയി ആയതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ ഇൻകം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 രൂപ പ്രോഫിറ്റ് കിട്ടും. സൺഡേ മാത്രമാണ് എനിക്ക് അവധി. ഈ സൺഡേ ഒരു 4 പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിച്ചാൽ 2000 രൂപ കിട്ടും. കാരണം ആവശ്യക്കാരുണ്ട്. 26 വർഷമായിട്ട് എറണാകുളത്ത് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാനൊരു വീട് വാങ്ങിച്ചത്. അപ്പോൾ അതിന് ലോണുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഒരു മാസം സൺഡേ ഉപയോഗപ്പെടുത്തി 4 സൺഡേ 2000 വെച്ച് കിട്ടുകയാണെങ്കിൽ 8000 രൂപ, ബാലൻസ് സാലറിയിൽ നിന്ന് എൻ്റെ ലോൺ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ഒരു 4 മാസം ഞാൻ പാർട്ട് ടൈമായിട്ടാണ് ചെയ്യുന്നത്. ഈ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വീക്കിലി ഇൻകം ഒരു 44,000 ഒക്കെ വരാൻ തുടങ്ങി. ആ ഒരു 4 ആഴ്ചത്തെ ഇൻകം 92,000 ആണ്. ഞാൻ സാലറി ആയിട്ട് വാങ്ങിക്കുന്നത് 50,000 രൂപയാണ്. അപ്പോൾ അറിയാത്ത ബിസിനസ്സിൽ നിന്ന് മാസം 92,000 രൂപ, അറിയുന്ന ജോലിയിൽ നിന്ന് മാസം 50,000 രൂപ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സ്ട്രോങ് കൺവിക്ഷൻ ലെവൽ, ആ ഒരു ബിലീഫാണ് നിങ്ങളെ ബിസിനസ് മുന്നോട്ട് നയിച്ചത്. കാരണം പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചു, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ ശരിക്കും ആ പ്രൊഡക്ട്സ് ആണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് ഞാനും ഫാമിലി ഉപയോഗിക്കാൻ തുടങ്ങി. ഫാമിലിക്ക് ഒരുപാട് റിസൾട്ട്. വൈഫിന് ഐപ്പൾസ് കഴിച്ചിട്ട് യൂട്രസിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു 1.5 വർഷമായിട്ട്, അതെല്ലാം പോയി. മകനൊരു 15 വർഷമായിട്ടുള്ള മൈഗ്രെയിൻ, ഐപ്പൾസ് കഴിച്ചിട്ട് മൈഗ്രെയിൻ കംപ്ലീറ്റ്ലി മാറി. മോൾക്ക് പീരിയഡ് കറക്റ്റായിട്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള റിസൾട്ട് നമ്മുടെ വീട്ടിൽ, കാരണം അന്ന് റിസൾട്ട് ഉണ്ടാവേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമാണ്. കേരളത്തിൽ എനിക്കറിയാവുന്ന ആരും തന്നെ ഈ പ്രൊഡക്റ്റ് കഴിച്ച് റിസൾട്ട് ഞാൻ കേട്ടിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടത്. അപ്പോൾ എൻ്റെ റിസൾട്ട് ആണ് എൻ്റെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്തപ്പോഴാണ് എനിക്ക് ബിസിനസ് ചെയ്യാൻ, പ്രൊഡക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം തന്നെ പറയുന്ന ഏറ്റവും വലിയൊരു പോയിന്റാണിത്. കാരണം ബിസിനസ് ചെയ്യാൻ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ട്സ് ആണ്. അമേസിങ് പ്രൊഡക്ട്സ്. അപ്പം ഏകദേശം എനിക്ക് കാര്യങ്ങളെല്ലാം അത് മനസ്സിലായി. മോൻ സാർ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അതിൽ നിന്ന് ഇൻഡസ്ട്രിയിൽ വന്നു, പ്രൊഡക്ട്സ് എല്ലാം ഉപയോഗിച്ചിട്ടാണ്, റിസൾട്ടിലൂടെയാണ്, എക്സ്പീരിയൻസിലൂടെയാണ്. സോ റമോൻ സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം വലിയൊരു അച്ചീവ്മെൻ്റാണ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്. അതും എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവുക എന്നുള്ളതല്ല, ആ റാങ്കിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൽ നിന്ന് ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നിങ്ങളൊരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവാൻ വേണ്ടിയെടുത്ത ഒരു എഫേർട്ട്? ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെയിൽസ് മാത്രം നോക്കിയാൽ മതി, നമ്മൾ സെയിൽസ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആകുമ്പോൾ. പക്ഷേ ഇവിടെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ടീമിനെ മാനേജ് ചെയ്യണം. ചലഞ്ചസ് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കാരണം എല്ലാവരും പറയും വേറെ റിസ്ക് നമുക്ക് ഒരിക്കലില്ല, കാരണം നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സും നമുക്കില്ല. ബട്ട് ദ റിസ്ക് ആൻഡ് ദ ചലഞ്ച് ഒരു ചലഞ്ച് എന്ന് പറയുന്നത് റിസ്ക് അല്ല. ചലഞ്ച് എന്ന് പറയുന്നത് ടീമിനെ മാനേജ് ചെയ്യുന്നതും ഓവറോൾ ഇതിനെല്ലാം ഓർഗനൈസേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതൊക്കെ ഒരു വലിയൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. അപ്പോൾ ഒരു എംപ്ലോയിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ഡയമണ്ട് ആവാൻ നിങ്ങളെടുത്തൊരു എഫേർട്ട്, ഈ ചലഞ്ചസ് എല്ലാം നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ചലഞ്ചസ് ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോലിയിലിരിക്കുന്ന സമയത്ത് തന്നെ ബിസിനസ്സുകാരനാവണമെന്ന് വലിയ ആഗ്രഹമുള്ളതാണ്. കാരണം ബിസിനസ്സുകാരനായാലേ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമുക്ക് നേടാൻ പറ്റും. പക്ഷേ പല ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ, ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പ് ഞാൻ ആങ്കറിൻ്റെ എറണാകുളം ജില്ലാ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് പോയപ്പോൾ എങ്ങനെ പോയാലും ഒരു നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇവിടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ആൾക്കാർ ഇതിലൂടെ വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ അതിനേക്കാൾ ഉപരി നമുക്ക് നല്ല ഹൈ റെക്കഗ്നേഷൻ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ സ്ട്രഗിളിങ് എന്ത് വന്നാലും നമ്മുടെ എയിം ഈ ഒരു കാര്യം, നമ്മുടെ ഗോൾ അല്ലെങ്കിൽ ഡ്രീം ഇന്നതായതുകൊണ്ട് അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എന്ത് തടസ്സങ്ങളും അഭിമുഖീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. അതാണ് ഒന്നാമത്തെ. ഫാമിലിയിൽ നിന്നൊക്കെ നിറയെ പ്രശ്നം ഉണ്ടായിരുന്നു തുടക്കത്തിലെ. കാരണം ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ജോലിയൊന്നും റിസൈൻ ചെയ്യരുത്, നമുക്കൊരു പെൺകുട്ടി ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ വൈഫ് അത് പറയുന്നതിന് മുമ്പേ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തടസ്സങ്ങൾ വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ തടസ്സങ്ങൾ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങിയോണ്ട് നമ്മളെ വല്ലാതെ അത് ബാധിച്ചില്ല. പല ഭാഗത്തുനിന്നും പല തടസ്സങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവുക എന്നുള്ള ഒരു വിത്ത് എൻ്റെ മനസ്സിൽ പാകിയത് രാമകൃഷ്ണ ഗവേണനിയും സുജിക്കാൻ സാറുമാണ്. എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവുക എന്നുള്ളൊരു വിത്ത് എൻ്റെ മനസ്സിൽ ആവണം എന്നുള്ളത് പാകിയത്. പിന്നെ എനിക്ക് കിട്ടിയ ട്രെയിനിങ്സ്, RTPകൾ, വൈബ്രൻറ്റ് സിസ്റ്റംസ്,
ഇപ്പോൾ സാറിൻ്റെ ട്രെയിനിങ്, സുജിക്കാൻ സാറിൻ്റെ ട്രെയിനിങ്, രാമകൃഷ്ണ ഗവണിൻ്റെ ട്രെയിനിങ്, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളെല്ലാം എനിക്ക് കിട്ടിയപ്പോൾ എന്നെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്നുള്ള ആ ഒരു ഇതിലേക്ക് അടുപ്പിച്ച് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് എനിക്കൊരു അനുകൂല സാഹചര്യം ഉണ്ടായി. എൻ്റെ ലീഡേഴ്സ് എല്ലാം എൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്കൊരു അനുകൂല സാഹചര്യം ഉണ്ടായി. പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു സംശയമുള്ളൊരു കാര്യം, ഞാൻ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ആവണം എന്നുള്ളത്. പിന്നെ ആ 100% ബിലീഫ് നിങ്ങൾ അപ്ലയൻസിന് കൊടുത്തുകൊണ്ടാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് വന്നത്. ബാക്കിയുള്ള എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ടീമിന്റെ? ഇപ്പോൾ സുജിക്കാൻ സാർ എന്നോടൊരു ലാസ്റ്റ് ഒരു ഡേറ്റ് പറയാൻ പറഞ്ഞു, എന്നാണ് ഡയമണ്ട്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാറ്. ഞാൻ അതുവരേക്കും ഒരു ഡേറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടി വന്നു സാറ് ചോദിച്ചപ്പോൾ. ഞാനൊരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്ത് പറഞ്ഞു. ഓക്കെ. പക്ഷേ അതിന് ശേഷമാണ് ആ ഡയമണ്ട്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഇതിലേക്ക് പോയത്. അപ്പോൾ ഡയമണ്ട്ഷിപ്പ് അത് അന്ന് നിങ്ങളുടെ 3 പേരുടെയും ആ ഡെയിലി കോളിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോൾ എന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് ഡയമണ്ട്ഷിപ്പിലേക്ക് എത്തി. ഡയമണ്ട്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത ആ ഈവനിങ് ആണ് എന്നെ ഈ ബിസിനസ്സിൽ ഏറ്റവും എക്സൈറ്റ്മെൻറ്റിലേക്ക് എത്തിച്ചത്. എന്താണ് ശരിക്കും എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്നുള്ള പൊസിഷൻ ശരിക്കും ഞാൻ എൻജോയ് ചെയ്തത് ഡയമണ്ട്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത ആ ഈവനിങ്. വൈബ്രൻ്റ് വേയുടെ മെസ്സേജ് വന്നു, ഇന്ത്യ മുഴുവൻ കൺഗ്രാജുലേറ്റ് ചെയ്തു. കാരണം അന്നൊരു ടഫ് സിറ്റുവേഷനിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഡയമണ്ട്ഷിപ്പ് കംപ്ലീറ്റ് ആകാം. അപ്പോൾ അതായത് പിന്നെ നമുക്കൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. മൈൻഡ് സെറ്റാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് ഒരു മൈൻഡ് സെറ്റാണ്. ആ ഒരു മൈൻഡ് സെറ്റ് വരികയും അതുകൂടാതെ നല്ല അപ്ലയൻസിൻ്റെ ഒരു പുഷിങ്, ആ ഒരു നല്ല സപ്പോർട്ടും അവിടെ കിട്ടിയതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും. ടീമിൻ്റെ ചലഞ്ചസ് ഒക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള അങ്ങനെയുള്ള ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? കാരണം ജനറലി ആളുകൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും പറയുന്ന കാര്യമാണ്, ലോകത്ത് ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളെയാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും ടഫായിട്ടുള്ള ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ടഫായിട്ടുള്ള ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ആളുകൾ തന്നെ, മനുഷ്യർ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി ഇതിനെ മാനേജ് ചെയ്യുന്നത്? ടീമിൽ ചലഞ്ചസ് വരാറുണ്ട്, അത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. പക്ഷേ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ എനിക്കൊരു 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്. സാർ ഇപ്പോൾ ഇതിൽ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോൾ ഫാമിലി, ഇപ്പോൾ നിങ്ങളൊരു എംപ്ലോയി ആയിരുന്നു, വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ജോലി റിസൈൻ ചെയ്യുന്നു വൈഫ് പറഞ്ഞു അല്ലേ? എനിക്കാണ് സാർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പോൾ സാർ ഇപ്പോൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഡയമണ്ടായി. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എപ്പോഴും ഒരാളൊരു ഡയമണ്ടോ ഒരു സക്സസ്ഫുൾ ആവണമെങ്കിൽ അയാളുടെ ഫാമിലീൻ്റെ സപ്പോർട്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു എംപ്ലോയി ആകുമ്പോൾ ജോലിക്ക് പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. പക്ഷേ ഒരു ബിസിനസ്സുകാരനാവും സംബന്ധിച്ച് ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ, പ്രോഗ്രാംസ് ഉണ്ടാവും, മീറ്റിംഗ്സ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഫാമിലിൻ്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് എങ്ങനെയായിരുന്നു നിങ്ങൾ ഫീൽഡിൽ പോകുന്ന സമയത്ത്? എങ്ങനെയാണ് ഫാമിലിയിൽ നിങ്ങളത് ബാലൻസ് ചെയ്തത്? അപ്പോൾ ഈ ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം വെച്ചാൽ എല്ലാവരും എപ്പോഴും നമ്മളോട് ചോദിക്കുന്നതാണ്, ഞാൻ ഒരു ജോലി ചെയ്യുന്നു, ഞാൻ ഈ ബിസിനസ്സിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെ എൻ്റെ ഫാമിലി ഞാൻ മാനേജ് ചെയ്യും, എങ്ങനെയാണ് അവിടെ നിന്നുള്ള സപ്പോർട്ട് കിട്ടുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സാർ എങ്ങനെയാണത് ചെയ്തതെന്ന് പറയൂ? ഞാൻ എല്ലാ ഫാമിലിയും, ഇപ്പോൾ ഭാര്യയ്ക്ക് ഹസ്ബൻഡിനെ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഇങ്ങനെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ വരുമെന്നുള്ള ഉറപ്പുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ വൈഫിനെ ആദ്യമായിട്ട് എൻ്റെ റൂബി പിന്നിങ് സെലിബ്രേഷന് കൊണ്ടുവന്നു, ഫാമിലിയായിട്ട് കൊണ്ടുവന്നു. റൂബി പിന്നിങ് സെലിബ്രേഷന് നിർബന്ധമായിട്ടും വരണമെന്ന് പറഞ്ഞു. അതുവരെ സമയത്ത് വരാൻ പറ്റാതെ റൂബി പിന്നിങ്ങിന് വന്നപ്പോൾ നമ്മുടെ ലീഡേഴ്സിനായിട്ട് പരിചയപ്പെടുത്തി, കുറേ ഫാമിലീസിനെ പരിചയപ്പെടുത്തി. അപ്പോഴാണ് ശരിക്കും ആക്ച്വലി ഈ ബിസിനസ് എന്താണെന്നുള്ളത് വൈഫിനും മനസ്സിലാക്കുക, എല്ലാ തരത്തിലുള്ളത്. അപ്പം മകനെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നുള്ള ഒബ്ജക്ഷൻ കുറേ ഒഴിവായിപ്പോയി. പിന്നെ ഞാൻ സംസാരിച്ചു, ഇതല്ല, ഒരു റൂബി മാത്രമല്ല, ഇതിലൊരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്നുള്ളൊരു റാങ്ക് ഉണ്ട്. ആ സമയത്ത് കോപ്ലിക്കൻറ്റിന് ഒരു ബോണസും കിട്ടും. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്നെ അതാകുന്നത് വരെ ഒരു കാര്യത്തിലും ഡിസ്റ്റർബ് ചെയ്യരുത്. വീട്ടിലെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. അതിനുള്ള ക്യാഷ് എന്താ വേണ്ട വെച്ചാൽ തരാം, ബാക്കി മാരേജിന് പോവുക, ഫംഗ്ഷന് പോവുക, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ശരിക്കും അത് എന്നെ ഇപ്പോഴും പോലും എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയതിനു ശേഷവും ഒരു കാര്യത്തിൽ എന്നെ മനസ്സിലാക്കുന്ന വൈഫ്. കാരണം ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുട്ടികളെ മാനേജ് ചെയ്യുന്ന, അതിനപ്പുറത്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു പവർഫുൾ വൈഫ് ഉണ്ടായതുകൊണ്ടാണ് അതിന് ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയത്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ജീവിതത്തിൽ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാനുള്ള ഏറ്റവും വലിയൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അത്തരത്തിലൊരു സപ്പോർട്ടീവ് വൈഫ് നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ്. ശരിയാണോ? ഓക്കെ. താങ്ക് യു സോ മച്ച് രാമോൻ സർ ഫോർ ഹാവിങ് യു ഹിയർ. താങ്ക് യു സർ. സോ ഇന്ന് ഈ ബിസിനസ്സിലൂടെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയിട്ടുള്ള രാമോൻ സാറാണ് നമ്മളോട് ഉള്ളത്. അദ്ദേഹത്തിന്
വരും കാലങ്ങളിൽ ഈ ബിസിനസ്സിലൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ടായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് രാമോഹൻ സർ. വെൽക്കം സർ. എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഇൻഡസ്വ മാനേജ്മെൻറ്റിനോടാണ്. അതേപോലെ എൻ്റെ റോൾ മോഡൽ അഭിലാഷ് സാറിനോടാണ്. അതേപോലെ എൻ്റെ മെൻറ്റർ തന്നെ എന്നെ ഈ ഇൻ്റർവ്യൂ നടത്തിയതിൽ വളരെയധികം എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഉണ്ട്. താങ്ക് യു ഓൾ.